വളരെ മനോഹരവും ശ്രേഷ്ഠവുമായിട്ടുള്ള ഈ നല്ല സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ദൈവം എനിക്ക് നൽകുന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും എന്നെയും എൻ്റെ കുടുംബത്തെയും ആഴമായി സ്നേഹിക്കുകയും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വന്ദനം ചെല്ലുകയാണ്. ഇന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത് പ്രതികൂലത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപനം എത്ര വലുതാണ് എന്ന് ചിന്തിക്കേണ്ടതിന് വേണ്ടിയുള്ള ദൈവവചനമാണ് സംസാരിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുവാൻ ആർക്കും സാധ്യമല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 44-45 വചനങ്ങൾ, ആ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശക്തമായിട്ടുള്ള സന്ദേശം പൗലോസ് അറിയിക്കുകയാണ്. അത് കേട്ട ജനം തൻ്റെ പ്രസംഗം ആദ്യോടവസാനം കേട്ടിട്ട് സന്തോഷമുള്ളവരായി തന്നെ യാത്ര അയക്കുമ്പോൾ പറഞ്ഞു വിടുന്നുണ്ട്, അടുത്ത ശബത്തിൽ നീ ഞങ്ങളുടെ അരികിലേക്ക് വരണം, നീ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനം അത് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ഓർപ്പിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ പൗലോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പൗലോസിൻ്റെ പ്രസംഗത്തിന് വിരുദ്ധമായി തന്നോട് സംസാരിക്കുകയും തന്നെ അപമാനിക്കുവാനും തൻ്റെ പ്രസംഗം പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ തലങ്ങളിൽ നിരവധി ചോദ്യങ്ങളും വാക്കുകളും പൗലോസിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നു. തന്നെ നിന്ദിച്ചുകൊണ്ട്, തന്നെ ദുഷിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില ആളുകളെക്കുറിച്ച് 45-ാമത്തെ വാക്യത്തിൽ സൂചിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് നിർത്തുവാനും അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത തലങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത ഇടത്തൊന്നും ദൈവവചനത്തിന് വിഘ്നം സംഭവിക്കപ്പെട്ടിട്ടില്ല. അതധികമധികമായി പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 7-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് കടന്നു വന്നാൽ അവിടെ കാണുന്ന ഒരു ചരിത്രം, സ്തേഫാനോസ് ആ കാലഘട്ടത്തിൽ ശക്തിയോടുകൂടി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനിടയെ തീർന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ പ്രസംഗം അനവധി ആളുകളെ സ്വാധീനിക്കുകയും ചിന്തിപ്പിക്കുകയും യേശുക്രിസ്തുവിലൂടെയുള്ള ആ നിത്യജീവൻ്റെ സമീപത്തേക്ക് അവരെ നയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് യഹൂദ മതാനുസാരികൾക്കും
യഹൂദ മത പണ്ഡിതന്മാർക്കുമൊക്കെ സ്തേഫാനോസിനോട് കൂടുതൽ വൈരാഗ്യമുണ്ടാകുന്നതിനും തൻ്റെ പ്രസംഗം നിർത്തിക്കുന്നതിനും അവരെ പ്രേരിപ്പിക്കുവാൻ ഇടയായിട്ടുണ്ട്. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ മതപണ്ഡിതന്മാരായ ആളുകളുടെ അരികിലേക്ക് ജനം കടന്നു ചെല്ലുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് യേശുക്രിസ്തു ഉണ്ടെന്നറിയുന്ന ഇടത്തേക്കും തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കും തന്നിലൂടെ സംഭവിക്കപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നതിനും വലിയ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും അനുഭവിക്കുന്നതിനും വേണ്ടി ഈ മതപണ്ഡിതന്മാരായ ആളുകളുടെ അരികിൽ നിന്ന് യേശു കർത്താവിൻ്റെ അരികിലേക്ക് ജനം കടന്നുപോയപ്പോൾ യഹൂദന്മാരായ ആളുകൾക്ക് യേശുവിനോട് വൈര്യം വർദ്ധിക്കുവാൻ കാരണമായി തീർന്നു എന്നതാണ്. കാരണം ഇന്നലെ വരെ ഇവരുടെ പ്രസംഗം കേൾപ്പാൻ വന്നിരുന്നവർ, ഇന്നലെ വരെ ഇവർ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് ചിന്തിച്ചിരുന്നവർ അവരിൽ നിന്ന് സാവകാശമായി അകന്നു മാറുകയും യേശുക്രിസ്തുവിങ്കലേക്ക് അവർ നടന്നടുക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് യേശുവിനെ വകവരുത്തണമെന്നും അതിലൂടെ അവരിൽ നിന്ന് അകന്നു പോയിരിക്കുന്ന ജനത്തെ അവരുടെ സമീപത്തേക്ക് തന്നെ മടക്കി വരുത്തുവാൻ കഴിയുമെന്നും അവർ ചിന്തിക്കുകയുണ്ടായി. അതാണ് കാരണം. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം എന്ന് പറയുന്നത്. അവിടെയും മതപണ്ഡിതന്മാരുടെ അരികിൽ നിന്ന് സത്യസുവിശേഷത്തിൻ്റെ സാക്ഷികളായിരിക്കുന്ന സ്തേഫാനോസിൻ്റെ അരികിലേക്ക് ആളുകൾ കടന്നു വരികയും സ്തേഫാനോസ് പ്രസംഗിക്കുന്ന ആ പ്രസംഗം കേൾക്കുന്നതിനും ആ നിലകളിൽ വിടുതലുകൾ അനുഭവിക്കുന്നതിനും അവരാഗ്രഹിക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ്. അത് ഒരു കൂട്ടം ആളുകൾക്ക് സ്തേഫാനോസിനോട് വൈരാഗ്യമുണ്ടാകുന്നതിനും തന്നെ ഇല്ലായ്മ ചെയ്യുവാനും ആഗ്രഹിച്ചു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എവിടേക്കാണത് നടന്നു നീങ്ങിയത്? യഹൂദ മതത്തിൻ്റെ പ്രമാണത്തെയും യെരുശലേമിനെയും യെരുശലേം ദേവാലയത്തെയും പുരോഹിതന്മാരെയും മഹാപുരോഹിതന്മാരെയും ഒക്കെ ആഴമായി സ്നേഹിച്ചിരുന്ന ഒരുപറ്റം ആളുകളെ അവരിളക്കിക്കൊണ്ട് സ്തേഫാനോസ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രസംഗത്തെ നിർത്തിക്കുന്നതിനു വേണ്ടി സ്തേഫാനോസിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി കരുക്കൾ നീക്കുവാനിടയായി തീർന്നു എന്ന് നാം തിരിച്ചറിയണം. അതാണ് സംഭവിക്കപ്പെട്ടത്. അങ്ങനെ സ്തേഫാനോസിനെ കൊല്ലുന്നതോടുകൂടി, സ്തേഫാനോസ് അവസാനിക്കുന്നതോടുകൂടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ പ്രഭാഷണം എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു എന്നതാണ്. അങ്ങനെ സ്തേഫാനോസിനെ കല്ലെറിയുവാൻ ആളുകൾ പോകുകയാണ്. ആ സമയത്ത് പൗലോസ്
വളരെ ചെറുപ്പമായിരുന്നെങ്കിലും യഹൂദ മതത്തിൻ്റെ തീവ്രമായ വിശ്വാസം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ പോകുന്നവരോട് കൂടെ കടന്നു പോകുവാനായിട്ട് ബാല്യക്കാരനായിരുന്ന പൗലോസിനെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. സ്തേഫാനോസിനെ കല്ലെറിയുവാൻ പോകുന്നവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് പൗലോസ് അവിടെ ഇരിക്കുകയാണ്. എന്തായിരുന്നു പറഞ്ഞു വിട്ടവരുടെ ലക്ഷ്യം? എന്തായിരുന്നു കടന്നുപോയവരുടെ ലക്ഷ്യം? എന്തായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം? ഇവിടെ യെരുശലേം ദേവാലയവും ദേവാലയത്തിലെ പ്രഭാഷണവും മാത്രമല്ല, യഹൂദ മതപണ്ഡിതന്മാരായ ആളുകളും മാത്രം മതി, മറ്റാരും ഇവിടെ ആവശ്യമില്ലെന്നുള്ള ചിന്തകൾ അവരെ അധികമധികം ഭരിച്ചിരുന്നതാണ് ഈ നിലകളിലേക്ക് അവരെ കൊണ്ടെത്തിപ്പാൻ ഇടയായത്. എന്നാൽ സംഭവിച്ചത് എന്താണ് പ്രിയപ്പെട്ടവരെ? സ്തേഫാനോസ് പ്രസംഗിക്കുവാൻ എഴുന്നേറ്റു. കല്ലെറിയുവാൻ വന്ന ആളുകൾ സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു. ഏറുകൊണ്ട സ്തേഫാനോസ് നിലത്തേക്ക് വീണു. എന്തു ചെയ്യണമെന്നറിയാതെ താന് വല്ലാണ്ട് ഭാരപ്പെടുന്നതായ സ്ഥിതിവിശേഷങ്ങൾ കടന്നു വരുവാനിടയായി. പക്ഷേ സ്തേഫാനോസ് ചെയ്തതെന്താണെന്ന് 7-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത്, താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി സ്വർഗത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു പ്രാർത്ഥന കഴിക്കുന്നുണ്ട്. കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുവാനായിട്ടിടയായിത്തീർന്നു എന്നുള്ളതാണ്. നാം ഓർക്കണം, ആഴമായി ഏറുകൊണ്ട് മുറിവേറ്റ് പ്രാണൻ പിടയുന്നതായ ഘട്ടത്തിൽ താൻ പറയുകയാണ്, എന്നോട് ഈ പാതകം ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ശ്രദ്ധിച്ചു കേൾക്കുന്ന പൗലോസ് സ്തേഫാനോസിൻ്റെ മരണം ഒരു വിധത്തിൽ പറഞ്ഞാൽ ദൂരെ നിന്നുകൊണ്ട് കണ്ടതായ പൗലോസ് ഒരു വലിയ മാനസാന്തരത്തിലേക്ക് താൻ നയിക്കപ്പെടുവാൻ കാരണമായി തീർന്നു എന്നതാണ്. എന്നാൽ സ്തേഫാനോസിൻ്റെ മരണം പൗലോസിനെ വല്ലാണ്ട് സ്വാധീനിക്കുവാനിടയായിത്തീരുകയും പിന്നത്തേതിൽ സ്തേഫാനോസിൻ്റെ ഭാഗത്ത് അത്യുന്നതനായ ദൈവം പൗലോസിനെ കൊണ്ടുവന്ന് നിർത്തുകയും ചെയ്യുന്ന ആ ഒരു സാഹചര്യം നാം ഒന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. സ്തേഫാനോസിന് ഒത്തിരി പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ ഒറ്റ പ്രസംഗത്തിൽ, അല്ലെങ്കിൽ കന്നിപ്രസംഗത്തിൽ പൗലോസിനെ എറിഞ്ഞു വീഴിച്ച് ഈ യേശുവിനെ പ്രസംഗിക്കുന്ന പ്രഭാഷണം തന്നെ ഇല്ലായ്മ ചെയ്ത് കളയാമെന്ന് ആഗ്രഹിച്ചെങ്കിൽ അന്ന് സ്തേഫാനോസിനെ സംഭവിക്കുന്നത് ദൂരെ ഇരുന്ന് കണ്ട് മനസ്സിലാക്കുകയും ആഴമായി ചിന്തനമുണ്ടാകുകയും ചെയ്ത പൗലോസ് പിന്നത്തേതിൽ ശക്തനായ ഒരു പ്രഭാഷകനായിത്തീരുന്ന ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാ പ്രിയപ്പെട്ടവരെ. ഒരു സ്തേഫാനോസിനെ എറിയുന്നതുകൊണ്ട്, ഒരു സ്തേഫാനോസിനെ കൊല്ലുന്നതുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കുന്നതായ പ്രഭാഷണങ്ങളുടെ പരമ്പരയെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് ആ വാക്യം
ആഴമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഓർക്കണം. അടുത്ത ഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം നോക്കണം. വലിയ വെളിപ്പാട് പ്രാപിച്ചതായ പൗലോസ് യേശുവിനെ ശക്തമായി പ്രസംഗിക്കുന്നതിനായി ഇറങ്ങിത്തിരിച്ചിട്ടുള്ള പൗലോസ് ആ നിലകളിൽ പ്രവർത്തിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ താന് 16-ാം അധ്യായത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഇടത്ത് ഒരാരാധന ലഭിക്കുമോ എന്നോർത്ത് ഇങ്ങനെ നടന്നു നീങ്ങുന്ന സന്ദർഭത്തിലാണ് പുഴവക്കത്തിരുന്നു കൊണ്ട് ചില സ്ത്രീകൾ ആരാധന കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ആ കാഴ്ച കണ്ടത്. പൗലോസ് എന്ത് ചെയ്തു? പൗലോസ് ശാന്തമായിട്ട് ആ പുഴവക്കത്തേക്ക് നടന്നു ചെന്നു. അവിടെ കൃത്യമായിട്ടുള്ള പ്രാർത്ഥനായോഗം നടക്കുകയാണ്. അവിടെ ലുധിയ എന്ന് പറയുന്ന ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവളോട് കാര്യങ്ങളൊക്കെ പൗലോസ് സംസാരിച്ചു. പൗലോസിനോട് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പ്രസംഗിക്കാമെന്ന് പറയുകയും ആ നിലകളിൽ പൗലോസ് പ്രസംഗിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരുകയാണ്. വലിയ അത്ഭുതങ്ങൾ ആ പുഴവക്കത്ത് സംഭവിക്കപ്പെട്ടു. പൗലോസിന്റെ പ്രസംഗം കേട്ടിട്ട് ഒരു ലുധിയുടെ ഹൃദയം തമ്പുരാൻ തുറക്കുവാനിടയായി. ആ കാലഘട്ടത്തിൽ വെളിച്ചപ്പാടിൻ്റെ ആത്മാവുള്ളവരെ ഒക്കെ ശ്രേഷ്ഠന്മാരായ ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ സമ്പത്ത് വർദ്ധിപ്പിക്കുക ഒരു പതിവായ രീതിയായിരുന്നു. എന്നാൽ ഈ യജമാനന്മാരായ ആളുകൾ വെളിച്ചപ്പാടുള്ള ആത്മാവുള്ള ആളുകളോട് പറഞ്ഞത് പൗലോസിനെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയാണ്. പൗലോസിന്റെ പിന്നാലെ നടന്ന് വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് പ്രവചിക്കുകയാണ്. നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ മകനാണെന്നും നീ ശ്രേഷ്ഠനായവനാണെന്നും ഒക്കെ ആഴമായിട്ട് പറഞ്ഞു നോക്കി. പൗലോസ് ആദ്യമൊന്നും സംസാരിക്കുന്നില്ല. പക്ഷെ പിന്നത്തേതിൽ തിരിഞ്ഞ് അവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ ശാസിക്കുവാനിടയായി. അവരുടെ മേൽ വ്യാപരിച്ചിരുന്ന ആ വെളിച്ചപ്പാടിൻ്റെ ആത്മാവ് അവരെ വിട്ടു പോകുവാനിടയായി. അങ്ങനെ അത് അവരെ വിട്ട് കടന്നുപോയതായ സന്ദർഭത്തിൽ അവർ കൂടെ പൗലോസിനെ പിന്നത്തേതിൽ പിൻപറ്റുവാൻ തുടങ്ങി. പക്ഷെ സംഭവിച്ചത് യജമാനന്മാരായ ആളുകൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണിയുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും അവരെ ഉപദ്രവിക്കുകയും അവരെ കാരാഗൃഹത്തിലാക്കുകയും ചെയ്യുകയാണ്. നിങ്ങൾ നോക്കണം, ചിന്തിക്കണം. ഒന്ന്, സ്തേഫാനോസ് പ്രസംഗിച്ചു. സ്തേഫാനോസിൻ്റെ പ്രസംഗത്തെ ഇല്ലായ്മ ചെയ്യുവാനും അവിടെ കൊണ്ട് ക്രിസ്തുവിൻ്റെ വചനം പ്രസംഗിക്കുന്നത് നിർത്തിക്കുവാനും വേണ്ടി കടന്നുപോയ ആളുകളിൽ ഒരു വ്യക്തിയായിരിക്കുന്ന പൗലോസിൻ്റെ ഹൃദയത്തെ തമ്പുരാൻ തുറന്നു. സ്തേഫാനോസ് ചെയ്യുവാൻ കഴിയാതെ പോയത് പൗലോസ് പിന്നീട് പൂരിപ്പിക്കുവാൻ തുടങ്ങി, അല്ലെങ്കിൽ പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. ആ പൗലോസിന്റെ പ്രസംഗം നിർത്തിക്കൊണ്ട് ഈ ക്രിസ്തുമാർഗത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ആഗ്രഹിച്ചതായി യജമാനന്മാരായ ജന്മിമാരായ ആളുകൾ പൗലോസിനെ പിടിച്ച് കാരാഗൃഹത്തിലിട്ടു. പക്ഷെ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പോയതുകൊണ്ട് ഈ പട്ടണത്തിൽ യേശുവിനെ പ്രസംഗിക്കുന്നത് നിർത്തുവാൻ അവർക്ക് സാധിച്ചില്ല. പ്രസംഗം കേട്ട ലുധിയുടെ ഹൃദയത്തെ തമ്പുരാൻ തുറക്കുവാനിടയായി. നമ്മുടെ ചിന്ത എന്താണ്? സത്യത്തെ തടയുക, സത്യത്തെ ഇല്ലായ്മ ചെയ്യുക,
സത്യത്തെ തേജോവധം ചെയ്യുക, ഈ ലക്ഷ്യത്തോടുകൂടി ഒരു വ്യക്തിയോ ഒരു സമൂഹമോ ഒരു രാജ്യമോ അല്ല, ലോകരാജ്യങ്ങൾ മുഴുവനോ ഒരുങ്ങി ഇറങ്ങിത്തിരിച്ചാലും അത് സാധ്യമല്ലെന്ന് തിരുവചനം വെളിപ്പെടുത്തുകയാണ്. അതാണ് ഒരു സ്തേഫാനോസ് പോയിടത്ത് തമ്പുരാൻ ഒരു പൗലോസിനെ എഴുന്നേൽപ്പിക്കുകയാണ്. ആ പൗലോസ് പട്ടണം തോറും ഗ്രാമങ്ങൾ തോറും യഹൂദ മത പണ്ഡിതന്മാരടക്കം പുരോഹിതന്മാരടക്കമുള്ള ആളുകളുടെ മുൻപിൽ കർത്താവായ യേശുക്രിസ്തുവാണ് ഏകരക്ഷകൻ, മറ്റൊരുത്തനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമമാണ്. ഈ യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും എന്നു തുടങ്ങി വളരെ ശക്തമായി പ്രസംഗിക്കുവാൻ ഇടയായതോടുകൂടി സ്തേഫാനോസിനെ കൊന്നതുകൊണ്ട് ഈ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രഭാഷണം അവസാനിക്കപ്പെടുകയല്ല. ഈ ക്രിസ്തീയ പ്രസംഗത്തിന് അല്ലെങ്കിൽ ക്രിസ്തീയ വചനത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് മൂർച്ച വർദ്ധിക്കുകയാണ് ചെയ്തത്. സമ്പന്നരായ യജമാനന്മാരായ ആളുകളുടെ ലാഭം നഷ്ടപ്പെടുന്നു എന്ന് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലിടുമ്പോൾ അവിടം കൊണ്ടെല്ലാം അവസാനിക്കും. അടുത്ത ദിവസം തലച്ഛേദം ചെയ്ത് ഇവിടം കൊണ്ട് ഈ മാർഗത്തെ തച്ചുടച്ചു കളയാമെന്ന് ചിന്തിച്ചവരുടെ മുൻപിൽ തമ്പുരാൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ ഒരു പ്രസംഗം കേട്ട ലുധിയുടെ ഹൃദയത്തെ തുറന്നിട്ട പട്ടണത്തെ സുവിശേഷീകരിക്കുവാൻ ദൈവം ലുധിയായെ കയ്യിലെടുത്തു എന്ന് നാം മറക്കരുത്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ വചനത്തിൻ്റെ പ്രസക്തി ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയുക സാധ്യമല്ല, സത്യവചനത്തെ തടയുക സാധ്യമല്ല, ഈ രക്ഷാദൂതിനെ ഇല്ലായ്മ ചെയ്യുക സാധ്യമല്ല. അതാണ് ഈ വചനത്തിൻ്റെ പ്രസക്തമായ ചിന്ത എന്ന് പറയുന്നത്, വാക്കുകൾ എന്ന് പറയുന്നത്. അവിടെ എന്താണ് സംഭവിക്കപ്പെട്ടത്? ഒന്ന്, പൗലോസും ശീലാസും കാരാഗ്രഹത്തിലാണ്, കാലുകൾ ആമത്തിൽ പൂട്ടിയിരിക്കുകയാണ്, കാവൽക്കാരെ കാവൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ തമ്പുരാൻ ലുദിയുടെ ഹൃദയം തുറക്കുകയും ആ പട്ടണം സുവിശേഷീകരിപ്പാൻ തക്ക തലത്തിലേക്ക് ദൈവം ലുദിയായെ കൈകളിലെടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് മറക്കരുത്. കഴിഞ്ഞില്ല. കാരാഗ്രഹത്തിനകത്തിറങ്ങിച്ചെന്ന ദൈവത്തിൻ്റെ ദൂതൻ പൗലോസിനെയും ശീലാസിനെയും അതിൻ്റെ അകത്തളത്തിൽ നിന്ന് പുറത്തിറക്കി. അവർ പുറത്തേക്ക് വരുന്നതായി കാഴ്ച നാം അവിടെ കാണുന്നുണ്ട്. മറന്നുപോകില്ല. എങ്ങനെയാണ് വരുന്നത്? അവിടെ വലിയൊരു കോളിളക്കമുണ്ടായി, അവിടെ വലിയൊരു സംഭവമുണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകുവാൻ തുടങ്ങി. പൗലോസും ശീലാസും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നോർത്തിട്ട് കാരാഗ്രഹ പ്രമാണി വാളെടുത്ത് സ്വന്തമായി കൊല ചെയ്യപ്പെടുവാൻ ആത്മഹത്യ ചെയ്യുവാൻ തുനിയുമ്പോൾ പൗലോസ് പറയുകയാണ്, നീ നിന്നെ തന്നെ നശിപ്പിക്കേണ്ട കാര്യമില്ല, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ ആ സന്ദേശം കേട്ടിട്ട് കാരാഗ്രഹ പ്രമാണി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും സ്നാനപ്പെട്ട യേശു ക്രിസ്തുവിനോട് ചേരുവാനും ഇടയായി തീർന്നു. ഒന്നുകൂടെ ഞാൻ മടങ്ങി വന്നു പറയുന്നു, സ്തേഫാനോസിനെ കൊന്നപ്പോൾ ആ കൊലപാതകം കണ്ട ഒരു പൗലോസിനെയാണ് ദൈവം രൂപപ്പെടുത്തിയതെങ്കിൽ പൗലോസിൻ്റെ പ്രസംഗത്തിലൂടെ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളെ യേശുവിലേക്ക് നയിക്കുവാൻ പൗലോസിന് കഴിഞ്ഞുവെന്ന് മാത്രമല്ല,
പൗലോസിനെ കാരാഗ്രഹത്തിലാക്കിക്കൊണ്ട് ഈ സത്യസുവിശേഷത്തിൻ്റെ പ്രഭാഷണത്തെ ഇല്ലായ്മ ചെയ്തു കളയുവാൻ ആഗ്രഹിച്ചെങ്കിൽ ആ ഒറ്റ പ്രഭാഷണത്തിലൂടെ ഒരു ലുദിയുടെ ഹൃദയം തുറക്കുക മാത്രമല്ല, ഒരു പ്രാർത്ഥനയിലൂടെ ഒരു കാരാഗ്രഹ പ്രമാണിയും കുടുംബവും യേശുവിങ്കിലേക്ക് വരുവാനും കാരണമായി തീർന്നു. അങ്ങനെ പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കിയതുകൊണ്ടും ഈ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള പ്രഭാഷണത്തെ ഇല്ലാതെയാക്കി കളയുവാൻ ആളുകൾക്ക് സാധിച്ചില്ല എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഭാഗം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം 11 മുതൽ 34 വരെ വാക്യങ്ങളിലുണ്ട്. വീണ്ടും നിങ്ങൾ നോക്കണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം 8 മുതൽ 11 വരെ വാക്യങ്ങളും 2-ാം അധ്യായം 1-ാം വാക്യവും അതിന് 41, 42 വാക്യങ്ങളും വായിച്ചു നോക്കുമ്പോൾ അവിടെയൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് എന്താണ്? യേശു കർത്താവ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വന്ന വാക്കുകൾ അതായിരുന്നു. പിതാവിൻ്റെ അരികിൽ നിന്ന് പിതാവിന് നഷ്ടപ്പെട്ടതായ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു ഉന്നതിയിലെ സുഖ സൗകര്യങ്ങൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് വന്നു. ഭൂമിയിൽ തൻ്റെ ദൗത്യങ്ങൾ നിർവഹിച്ചു തീർക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും യഹൂദന്മാരായ ആളുകൾ, പരീശന്മാരായ ആളുകൾ, സാദൂക്യരായ ആളുകളൊക്കെ ചേർന്ന് യേശുവിനെ ക്രൂശിച്ച് കൊല്ലുവാനായിട്ട് ഇടയായിത്തീർന്നു. അനവധി കോടതികളിൽ മാറി മാറി വിസ്തരിച്ച് നിയമക്കോടതിയുടെ പരമോന്നത കോടതിയാകുന്ന പീലാത്തോസിൻ്റെ കോടതിയിൽ യേശുവിനെ വിസ്തരിച്ചിട്ട് ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല എന്ന് അപൂർവങ്ങളിൽ അപൂർവമായൊരു വിധി കൽപ്പിച്ചിട്ട് വ്യത്യസ്തമായ മറ്റൊരു വാക്ക് പറഞ്ഞ് പീലാത്തോസ് അവസാനിപ്പിക്കുന്നു. ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഓഹരിയില്ലെന്ന് പറഞ്ഞ് ഒരൽപ്പം വെള്ളമെടുത്തു തൻ്റെ കൈകൾ കഴുകി നിനക്ക് ബോധിച്ചതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞ് യേശുവിനെ യഹൂദന്മാരുടെ ആരവം നിമിത്തം ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. യഹൂദ മതപണ്ഡിതന്മാർ ചിന്തിച്ചത് എന്താണ്? യേശുവിനെ കൊല്ലുന്നതോടുകൂടി എല്ലാം അവസാനിക്കുമെന്നാണ് പ്രിയപ്പെട്ടവർ. എന്നാൽ യേശു കർത്താവ് ക്രൂശിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ കൊല്ലപ്പെടുകയാണ്, തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പക്ഷെ 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യഫലമായി ക്രിസ്തു ഉയർത്തു. അത് ജനത്തെ ഞെട്ടിക്കുവാൻ, ജനത്തെ ഭയപ്പെടുത്തി കളയുവാനിടയായി. നാം ഇന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ ഈ ലോകത്തൊരു കാലഘട്ടത്തിൽ ജനിച്ച് ജീവിച്ച മഹാന്മാരായ, പണ്ഡിതന്മാരായ, ഉന്നതരായ, ശ്രേഷ്ഠരായ ആളുകളൊക്കെ ജീവിച്ച് മരിച്ച മണ്ണാണിത്. അവരുടെയൊക്കെ കല്ലറകൾ വ്യത്യസ്തമായ തലങ്ങളിൽ അവിടവിടങ്ങളിലായി ഇന്നും അവരന്തിയുറങ്ങുന്ന മണ്ണായി കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ യോസേപ്പ് തനിക്ക് വേണ്ടി വെട്ടിയുണ്ടാക്കിയ കല്ലറയ്ക്കകത്ത് യേശുവിനെ അടക്കം ചെയ്തെങ്കിലും കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്ന കല്ലറയാണ്. അവിടെ എഴുതി വച്ചിരിക്കുന്നതും അവനെ ഇവിടെ ഇല്ല എന്നുള്ള പദമാണ്. മറ്റെല്ലാവരും അവരിവിടെ ഉറങ്ങുന്നു, ഇവിടെ വിശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചു കൊന്നുകളഞ്ഞ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയെ ഭേദിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. 1-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ പറയുമ്പോൾ എന്താണ് പറഞ്ഞു തുടങ്ങുന്നത്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടവും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. നോക്കണം, പരിശുദ്ധാത്മ നിറവുള്ള യേശുവിനെ കൊന്നതുകൊണ്ട് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉന്നതിയെ വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്ന യേശു ക്രിസ്തുവിനെ ആമീൻ കൊന്നതുകൊണ്ട്, അടക്കിയതുകൊണ്ട് അവസാനിക്കപ്പെട്ടില്ല. ദൂതന്മാര് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് സമയത്ത് ആ ഉയർപ്പ് കണ്ടുകൊണ്ട് നിൽക്കുന്നവരോട് ചോദിക്കുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് ഉറ്റുനോക്കുന്നതെന്ത്? അവരോട് പറയുകയാണ്, ഗലീല പുരുഷന്മാരെ,
അവൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? അവൻ പോയതുപോലെ മടങ്ങി വരും. അവൻ സ്വർഗാരോഹണം ചെയ്യുകയാണ്. പോയതുപോലെ മടങ്ങി വരും. അവൻ മടങ്ങി വരുവോളം അവനെ പ്രസംഗിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കേണ്ടതിന് നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. 2-ാം അധ്യായത്തിൽ കൊടിയ കാറ്റടിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്നാണ്. യേശുവിനെ കൊല്ലുമ്പോൾ യേശുവിൻ്റെ പ്രസംഗം അവസാനിക്കുമെന്നോർത്തു. സത്യസുവിശേഷത്തിൻ്റെ പ്രഭാഷണം അവസാനിക്കുമെന്നോർത്തു. എന്നാൽ 41-42 അധ്യായം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം എന്താണ് സംഭവിക്കുന്നത്? 11 കൂടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശുവിനെ പ്രസംഗിപ്പാൻ തുടങ്ങി. എന്ത് സംഭവിക്കപ്പെട്ടു? അക്ഷരാഭ്യാസമില്ലാത്ത പത്രോസിൻ്റെ പ്രഭാഷണം കേട്ട് അന്ന് 3000 പേര് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുവാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ യേശുവിനെ പ്രസംഗിക്കുന്നവരെ എല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് ഈ പ്രഭാഷണം അവസാനിച്ചില്ല കേട്ടോ. യേശുവിനെ കുറിച്ചുള്ള പ്രഭാഷണം ഈ ലോകത്ത് സംഭവിക്കപ്പെട്ടത് കേൾക്കണ്ട എന്ന് ചിന്തിച്ചതുകൊണ്ട് അത് അവസാനിച്ചില്ല കേട്ടോ. അത് അതിൻ്റെ നിലകളിൽ നടന്നുകൊണ്ടേയിരുന്നു. പൗലോസിനോട് പറയുകയാണ്, 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 44-45. ഒരു കൂട്ടം ആളുകൾ പറയുകയാണ്, നിന്നെ പ്രസംഗിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. നീ പോഷത്വമാണ് പ്രസംഗിക്കുന്നത്. നിനക്ക് ഈ ജ്ഞാനം എവിടെ നിന്നാണ്? നിന്നെ ആരാണ് ഇതിന് തിരഞ്ഞെടുത്തത്? നിന്നെ ആരാണ് അപ്പോസ്തലനായി അഭിഷേകം ചെയ്തത്? പക്ഷേ സാധുക്കളായ ആളുകൾ പറയുന്നു, അല്ലയോ പൗലോസേ, അടുത്ത ശബത്തിലും നീ വരണം, നിന്റെ പ്രസംഗം ഞങ്ങൾക്ക് കേൾക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആരെല്ലാം നമ്മുടെ പ്രഭാഷണത്തെ ഇല്ലായ്മ ചെയ്യുവാൻ, ഇല്ലാതെയാക്കുവാൻ നോക്കിയാലും സാധ്യമല്ല. നമ്മുടെ പ്രസംഗം ഇല്ലാതാക്കാൻ സാധിക്കും, പക്ഷേ ഈ ബൈബിളിൻ്റെ പ്രഭാഷണം അവസാനിക്കപ്പെടുകയില്ല. ഈ ബൈബിളിൻ്റെ പ്രസംഗം നിർത്തുവാൻ സാധിക്കില്ല. അത് ഓരോ ദിവസങ്ങളും അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന സത്യം നാം മറന്നു പോകരുത്. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ, പറയാൻ കഴിയുമോ? മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഏകനാമം യേശുവിൻ്റെ നാമമാണ്. ആ വിശ്വാസം നമുക്ക് പറയാൻ കഴിയുമോ? ഈ സത്യത്തെ, ഈ നീതിയെ, ഈ പരമാർത്ഥമായ ക്രിസ്തീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കഴിയില്ലെന്നും ഓരോ ദിവസങ്ങളും ഇത് മേൽക്കുമേൽ വർദ്ധിക്കുമെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സത്യത്തെ പിൻപറ്റുന്നവരും ആ സത്യത്തെ ഇല്ലായ്മ ചെയ്യുകയല്ല, ആ സത്യത്തെ വർദ്ധിപ്പിക്കുന്ന, വളർത്തുന്നവരുമായി നമുക്ക് തീരേണ്ടതിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ നിലകളിൽ നാം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി തീരാം. അതിന് സർവകൃപാലുവായ ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കൂ. യേശുവേ, ഞാൻ കേട്ട വചനത്തിൻ്റെ മുൻപിൽ എന്നെ സമർപ്പിക്കുക. അങ്ങയുടെ മുൻപാകെ എനിക്ക് എന്നെ തന്നെ സമർപ്പിപ്പാൻ, അങ്ങയുടെ മുൻപാകെ എനിക്ക് എന്നെ തന്നെ വിനയപ്പെടുത്തുവാൻ, എന്നിലൂടെ ഈ സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കെട്ടടക്കുകയല്ല, ഇല്ലായ്മ ചെയ്യുകയല്ല, എന്നാൽ ആവോളം ഈ സത്യസുവിശേഷത്തെ പ്രചരിപ്പിക്കുന്നവനായി തീരുവാൻ എന്നെ സഹായിക്കണമേ. അത് സമാധാനം നഷ്ടപ്പെട്ടവർക്ക്, അത് സ്വസ്ഥത നഷ്ടപ്പെട്ടവർക്ക്, അത് മാറാ രോഗികൾക്ക്, അത് ആശ്വാസമില്ലാത്തവർക്ക്, അത് നിത്യതയ്ക്ക് വേണ്ടി കാംക്ഷിക്കുന്നവർക്ക് ഒരാശ്വാസവും ഒരനുഗ്രഹവുമായി തീരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വലിയ സാന്നിധ്യത്താൽ, അങ്ങയുടെ വലിയ കൃപകളാൽ ഞങ്ങളെല്ലാവരും നിറയ്ക്കണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൽ പ്രത്യാശ വെച്ച് മുന്നേറുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. ഈ ദൈവവചനം കേട്ടവർക്കായി സ്തോത്രം. ദൈവം എല്ലാവരെയും സഹായിക്കണമേ. ഇങ്ങനെയുള്ള ഒരു വേദി എനിക്ക് നൽകിയ പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർക്കും ദൈവം അനുഗ്രഹവും പ്രതിഫലവും നൽകണം. ഏറിയ നന്മ കൊണ്ട് നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.